നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി രാമനാഥൻ. എൻ്റെ ചാനൽ NNR STR സ്കൂൾ ഓഫ് വിസ്ഡം. ഈ ചാനലിൽ നമ്മൾ സത്യത്തെക്കുറിച്ച് പുസ്തകങ്ങളിലൂടെയും അല്ലാതെയുമാണ് ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. 1000-ഓളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 500 പ്രൈവറ്റും 500 പബ്ലിക്കുമാണ്. അപ്പം ഇതുവരെ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോ വരെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വീഡിയോ തൊട്ട് നമ്മളിത് ഗ്രൂപ്പുകളിലൊന്നും ഷെയർ ചെയ്യുന്നില്ല. ആരെങ്കിലും കേൾക്കുന്നവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത വീഡിയോ കിട്ടും. അപ്പം ഇന്ന് ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഏതൊരു വിഷയത്തെയും കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഇന്നത് പഠിക്കണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണമെന്നൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. അപ്പം ഇവിടെ ഞാൻ നോക്കിയിട്ട് നമ്മൾ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്, വേദത്തിൻ്റെ ഒരു ഡൈല്യൂഷനാണ് ഉപനിഷത്തിൻ്റെ ഡൈല്യൂഷനാണ് പുരാണം. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ ചർച്ചയുടെ ആവശ്യമില്ല. അപ്പം ഈ ഭഗവത്ഗീത നമ്മൾ എടുക്കുമ്പം അതിൽ നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യണം, ഭക്ഷണം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. പക്ഷേ അതിൽ 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് 2 ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ. അങ്ങനെ എവിടെയെങ്കിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ ഒരു ഭഗവത്ഗീതയിലുള്ളതാണ്, പക്ഷേ ചർച്ചയ്ക്ക് വന്നായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പം എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിന് എന്താണ് ലക്ഷ്യം, കോളേജ് പഠിച്ചതിന് എന്താ ലക്ഷ്യം, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചത് PG പഠിച്ചത് എന്താ ലക്ഷ്യം, PhD ഇതിനെല്ലാം ഒരു പേർപ്പസ് ഉണ്ട്. ഒബ്ജക്റ്റ് ഓഫ് ദി സ്റ്റഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊന്നും ആരും നോക്കാറില്ല, അങ്ങ് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തിന് നമ്മൾ ഭഗവത്ഗീത പഠിക്കണം, ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്തിന് ഭഗവത്ഗീത പഠിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ പറയുന്നുണ്ട്. ഇത് പറയുന്ന ഈ ഉപദേശം എല്ലാം പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്നുള്ള രൂപത്തെ കാണേണ്ട, കോൺഷ്യസ്നെസ്സാണ്. സത്യം നമ്മളോട് സംസാരിക്കുന്നതായിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് ഉപനിഷത്തിൻ്റെ സാരമാണ് ഭഗവത്ഗീത എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം സ്മൃതികളാണ്, അത് വേറൊരു കാര്യം. ഇപ്പോൾ എന്തായാലും നമുക്ക് ഓപ്ഷൻ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ, നമുക്ക് സത്യത്തിലേക്ക് കടക്കാം. സത്യം എന്താണ്? സൃഷ്ടി ഉണ്ടാവുന്നതിന് മുമ്പ്, ബിഗ് ബാങ് ഉണ്ടാവുന്നതിന് മുമ്പ്, ചലനം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ഏകമായിട്ടിരുന്നല്ലോ. അതാണ് ഒരു പൂർണ്ണമിത് പൂർണ്ണമതെന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് അതിലെത്താം. 2ാമത്തെ ഓപ്ഷൻ എന്താ? അത് നമ്മൾ ഈ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പം അല്ലെ PG ഒക്കെ പഠിക്കുമ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ BCom ആണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് എടുക്കാം, കോർപ്പറേഷൻ എടുക്കാം, അല്ലെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ LLB ആണെങ്കിൽ നമുക്ക് ടാക്സേഷൻ എടുക്കാം, ലേബർ ലോ എടുക്കാം. ഇപ്പം LLM ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം, ഇൻ്റർനാഷണൽ ലോ എടുക്കാം. ഓപ്ഷനുണ്ട്. PhD എടുക്കുമ്പോഴും നമ്മുടെ ഒരു സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറയുന്ന കണക്ക് ഇവിടെ നമുക്കൊരു ഓപ്ഷനുണ്ട്. 2 ഓപ്ഷനുണ്ട്. ഈ 2-ൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഇത് പറയാൻ കാരണം, ഇതറിയാതെ നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ എവിടെ കാല് വയ്ക്കുന്നത് നമുക്ക് തന്നെ പിടികിട്ടത്തില്ല. ഇപ്പം 2 സ്ഥലത്ത് കാല് വെച്ചാലുള്ള പ്രശ്നം എന്തോ? എവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ലേ നമ്മൾ കാല് വെക്കേണ്ടത്. 2 സ്ഥലത്തൊരു തോണി പോകണേ 2 തോണി കാല് വെച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ സത്യത്തിൽ 2ാമത്തെ ഓപ്ഷൻ എന്താണ്? 2ാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവീ ദേവതകളെ പ്രാർത്ഥിച്ചോളൂ, കാര്യം നടക്കും, അതിലും ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ചില സ്കൂളിലൊക്കെ, ബുദ്ധൻ്റെ സ്കൂളുകളിലൊക്കെ അവർ പറയും ദുഃഖത്തിന് കാരണം ഡിസയറാണ്, ആഗ്രഹങ്ങളാണ് എന്നവരവിടെ പറയും. അവരവിടെ പറഞ്ഞോട്ടെ, തൽക്കാലം നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ
നമ്മൾ ഭഗവത്ഗീത ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഭഗവത്ഗീത ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. അല്ലാതെ എന്തിന് പഠിക്കുന്നു, ആരോ പഠിക്കാൻ പറഞ്ഞു, ഭഗവത്ഗീത പഠിച്ചാൽ എന്തോ വലിയ സംഭവമാണ്, 701 ശ്ലോകമുണ്ട്, ശ്ലോകം മാത്രം പറഞ്ഞാൽ തന്നെ മുക്തി കിട്ടുമെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇതെവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അങ്ങനെ ഒരു മുക്തിയും കിട്ടാനും പോകുന്നില്ല, ഒന്നും ഇത് ചെയ്യത്തില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നമ്മൾ കാണാതെ പഠിച്ചുകൊണ്ട്, നിയമം പഠിച്ചതുകൊണ്ട് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാവുമോ? ഇല്ല. ഞാൻ പറയാൻ പറ്റുന്ന ഈ 2 ഓപ്ഷനുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മോണിസമാണ്, മറ്റേത് ഡ്യുവലിസമാണ്. മോണിസം എന്ന് പറഞ്ഞാൽ അദ്വൈതം, മറ്റേത് ദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകം എന്നുള്ളതാണ്. മറ്റേത് ദൈവം വേറെ, ഞാൻ വേറെ, ഞാൻ വേറൊരാളെ സഹായിക്കുന്നു, ഞാൻ വേറൊരാൾക്ക് അന്നദാനം കൊടുക്കുന്നു, ഞാൻ വേറൊരാൾക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നു. അതൊക്കെയാണ് ഈ ഡ്യുവലിസത്തിൽ വരുന്നത്. അപ്പം ഭഗവത്ഗീതയിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ആരെങ്കിലും തിരുത്തിയാൽ ഞാൻ മാറ്റി പറയും. ഞാൻ ഇതെവിടെയും വായിച്ചില്ല. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഭഗവത്ഗീതയിൽ ഞാൻ കണ്ടു. അപ്പം ഞാൻ ഭഗവത്ഗീത ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ 2 ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചിന്തിക്കണം. കാര്യം എനിക്ക് എന്നെക്കാളും അറിവുള്ള ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ അവരൊരു ഉത്തരം പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ എനിക്കതല്ല, എൻ്റെ തോന്നലുകൾ എനിക്ക് പറയാൻ പറ്റും. കേൾക്കുന്നവർക്ക് അത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്തുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ 2 ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്, ഈ രണ്ടും രണ്ടാണോ എന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പോയാൽ സത്യത്തെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ ആൾക്കാർ പറയും ഈ ദ്വൈതത്തിലൂടെ നമുക്ക് അദ്വൈതത്തിൽ കടക്കാൻ പറ്റും. അതെന്താണ്? അത് വാസിഷ്ഠം എന്നൊരു പുസ്തകമുണ്ട്. ആ വാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് രാജ്യം ഭരിക്കാം, നിഷ്കാമമായി നിങ്ങൾക്ക് രാജ്യം ഭരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം അതെന്താണ്? അത് ദ്വൈതത്തിൽ നിന്ന് കൊണ്ട് അദ്വൈതം ഇത് ചെയ്യാൻ പറ്റും. ശ്രീനാരായണ ഗുരു അമ്പലവും ഇതുമൊക്കെ പണിഞ്ഞ സമയത്ത് ഞാനുണ്ട്, ഈ ചെയ്ത ആളില്ല എന്ന് ചട്ടമ്പി സ്വാമികളോട് പറയുന്നൊരു ഡയലോഗുണ്ട്. എന്ന് വെച്ചാൽ, ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾക്ക് ദ്വൈതമായിട്ട് തോന്നിയാലും ഞാൻ അദ്വൈതത്തിലാണ്. ശ്രീരാമൻ രാജ്യം ഭരിച്ചാലും അത് ദ്വൈതമല്ല, അദ്വൈതമാണെന്ന് പറയുന്നതാണ്. അപ്പം ഇത് കേട്ടാൽ കോംപ്ലിക്കേറ്റഡായിട്ട് തന്നെ തോന്നണം. കാര്യം ഇതൊരു വഴിക്ക് എത്തത്തില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഒരു വഴിക്ക് എത്തത്തില്ല. അപ്പോൾ ഇത് കോൺട്രഡിക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഓരോരുത്തർ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. അതാണ് സത്യാന്വേഷണം. ഈ സത്യാന്വേഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിന്, നമ്മുടെ ഹൈപ്പോത്തിസിന്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് വേറൊരാൾക്ക് ഉത്തരം തരാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ ഏത് പോയിൻ്റ് വരെ അറിവ് സിദ്ധിച്ചിട്ടുണ്ടോ അവിടം തൊട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് അറിവിൻ്റെ തോത് 100% നമ്മൾ 6% ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ 7ാമത്തെ ശതമാനത്തിലേ കടക്കത്തുള്ളൂ. ഞാൻ ഈ പറയുന്നതൊക്കെ കേട്ടാലും വേറൊരാൾ 50% അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി 51 കടക്കും. അത് ഞാൻ പറയുന്നതുകൊണ്ടല്ല, അത് അവർ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ സ്വതസിദ്ധമായി കടക്കുന്നതുകൊണ്ടാണ്. അതിന് ഇതൊരു നിയോഗമാവുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ പോലും അവരെ നേർവഴിക്ക് ചിന്തിക്കാൻ അതൊരു മാർഗനിർദ്ദേശമായി മാറും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു സ്ട്രിക്ട്നെസ്സും ഇല്ല. നമ്മളൊരു ക്ലാസ് റൂമിൽ കയറി ഇരുന്നാൽ സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ അടി കിട്ടുമെന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടെ നമുക്ക് 2 ഓപ്ഷനുണ്ട്. നമ്മൾ ഉപേക്ഷിച്ച് സന്യാസിയൊന്നും ആവണ്ട ബുദ്ധനെ പോലെ. നമുക്ക് 2ാമത്തെ ഓപ്ഷനുണ്ട്. ബുദ്ധിസത്തിൽ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ബുദ്ധിസത്തിൽ പോകണോ, ഇതിൽ നിൽക്കണോ? അപ്പോൾ നമ്മൾ ബുദ്ധിസമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, അങ്ങനെ ഒരിക്കലും ഒരു വ്യത്യാസം വരത്തില്ല. ഞാനതാ പറയാൻ വരുന്നത്.
എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണെങ്കിൽ ഈ ഭഗവത്ഗീതയിലും ബുദ്ധിസത്തിലും ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? ആ വ്യത്യാസം വരാൻ പാടില്ല. ഒന്നെങ്കിൽ നമ്മൾ പറയുന്നത് തെറ്റ്, അല്ലെങ്കിൽ ബുദ്ധിസത്തിന് അവർ കോട്ട് ചെയ്യുന്നത് തെറ്റാണ്. എന്തായാലും സത്യം ആര് പറഞ്ഞാലും ഒന്നേ ഉള്ളൂ. ഇനി പിന്നെ വളരെ വ്യാപകമായി പ്രാക്ടീസ് ചെയ്യുന്നത് ശ്രീചക്രയാണ്. അത് ചട്ടമ്പി സ്വാമികൾ ഉപയോഗിച്ചിട്ടുണ്ട്, ശങ്കരാചാര്യ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ രാമകൃഷ്ണ പരമഹംസർ, ഇങ്ങനെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ഈ ശ്രീചക്ര ഉപാസന? അത് ഈ ചാനലിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിലും ഇതേ സാധനം പറയുന്നുണ്ട്. കുറേ എന്താണ് പറയുന്ന ട്രയാങ്കിളും സർക്കിളും, 3 സർക്കിളും, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതിൻ്റെ നടുക്കൊരു ബിന്ദുവും, പിന്നെ 16 ഇതള്, 8 ഇതള്, ഇങ്ങനെ അതിനകത്ത് പല സിമ്പിൾസും ഉണ്ട്. അതും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ശിവ ഓം എന്നാണ് കോൺഷ്യസിലേക്ക് എത്താം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തി ദേവിയിൽ നിൽക്കാം. അവിടെ നിന്നാൽ എന്താണ്? 16 ഇതളുകളുള്ള 16 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ ആഗ്രഹവും വാങ്ങിച്ച് അകത്തോട്ട് ചെല്ലുമ്പോൾ 8 ഇതളൂടെ കിട്ടും. എന്താ? 8 ദുഃഖവും കൂടെ കിട്ടും. അപ്പം ബുദ്ധിസം പറഞ്ഞത് ഏകദേശം ഇവിടെ ഒത്തുവരുന്നുണ്ട്. ഏതാ? ആഗ്രഹങ്ങളിലാണെല്ലാം നിങ്ങളുടെ ദുഃഖത്തിന് കാര്യം. അവിടെയും നമുക്ക് ഈ ഓപ്ഷനുണ്ട്. ഇതിൻ്റെയൊക്കെ എക്സ്പേർട്ട് ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ ചെന്ന് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു നോക്കിയേ, അവർ ഉത്തരം പറയത്തില്ലെന്ന് മാത്രമല്ല, അവർ കൊഞ്ഞനം കാണും. കാര്യം ചോദ്യം ചോദിക്കാൻ പാടില്ല. കാര്യം ഒരു സാധനം കാണാതെ പഠിച്ചാൽ അത് മാത്രമല്ലേ പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ചോദിച്ചാൽ അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ എൻ്റെ സ്കൂൾ ലെവലിലോട്ടേ ചോദ്യം ചോദിക്കുമായിരുന്നു. ഞാൻ അധ്യാപകനായപ്പം ഞാൻ കുട്ടികളോട് അവസാനത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ 100% അറിവ് നമുക്ക് വേണം. ഇനി അറിഞ്ഞൂടെങ്കിൽ നമ്മളത് റെഫർ ചെയ്തിട്ട് പറയണം. അല്ലാതെ ചോദിക്കുമ്പം തർക്കുത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഇത് ഞാൻ ശ്രീചക്രയിലും കണ്ടു. ഇനി ഞാനിത് ആരോടും ചർച്ച ചെയ്യാൻ തയ്യാറില്ലാത്തതോടറിയാം. ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. പഠനമില്ല, റിസേർച്ചില്ല. അവസാനത്തെ പുസ്തകം വായിച്ചത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പായിരിക്കും. അവസാനത്തെ ബുക്ക് വാങ്ങിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ ചിലപ്പോൾ 20 വർഷം മുമ്പായിരിക്കും. എത്ര പുസ്തകം മൊത്തം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടല്ലേ, ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നുള്ള എണ്ണം എടുത്താൽ തന്നെ വളരെ വിരളമായിരിക്കും. അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഓഷോയുടെ ഫോളോവേഴ്സ് ഓഷോ മാത്രമേ വായിക്കൂ. ജിത്തു കൃഷ്ണമൂർത്തിയുടെ ആൾക്കാർ ജിത്തു കൃഷ്ണമൂർത്തി മാത്രമേ വായിക്കൂ. രാമായണമാണെങ്കിൽ അങ്ങനെ. അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് കുഴിച്ചാലേ വെള്ളം കിട്ടത്തുള്ളൂ. അതും സത്യമാണ്. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് കുഴിച്ചിട്ട് വെള്ളം കിട്ടിയതിന് ശേഷം നിങ്ങളെല്ലാം വായിച്ചാലും അർത്ഥം ഒന്നാണ്. അപ്പോഴാണ് നമ്മുടെ എല്ലാ മതത്തിനെയും, എല്ലാ സയൻസും, എല്ലാ ഫിലോസഫിയും, എല്ലാ റിലിജനും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതാണ് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലിജൻ, ഫിലോസഫി ആൻഡ് സയൻസ്. സയൻസിലാണ് ഈ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, പിന്നെ സ്പൂക്കി തിയറി, സ്പ്ലിറ്റ് തിയറി തുടങ്ങിയിട്ടുള്ള അതൊക്കെ ഗംഭീരമാണ്. ഒരു പ്രോട്ടോണിനെ 2 ആക്കിയിട്ട് മൈലുകൾക്കപ്പുറം ഒരു പ്രോട്ടോണിനെ വെച്ചിട്ട് ഇപ്പുറത്തെ പ്രോട്ടോണിനോട് റിയാക്ട് ചെയ്യുന്നതെല്ലാം അപ്പുറത്തെ പ്രോട്ടോണിന് അറിയാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി. സയൻസും ഇപ്പുറത്ത് നമ്മൾ പറയുന്നതും എല്ലാം തമ്മിൽ കണക്റ്റഡാണ്. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നതും തമ്മിൽ ഒന്നല്ലേ? അപ്പം ഇത് തങ്ങളിൽ തർക്കിക്കാനുള്ളതല്ല. സയൻസും ഫിലോസഫിയും റിലിജനും ഇനി ആര് പറഞ്ഞാലും സത്യം ഒന്ന് തന്നെ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഭഗവത്ഗീതയിൽ ഓപ്ഷനുണ്ട്, ശ്രീചക്രയിൽ ഓപ്ഷനുണ്ട്. അങ്ങനെ പറ്റുമോ നമുക്ക്? ഇന്നതും അതും ഇതും ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? സത്യം ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പം ഈ പരാവിദ്യയും അപരവിദ്യയുണ്ട്, റിയലും അൺറിയലും. ഈ പരാവിദ്യയിലൂടെ നമുക്ക് ബ്രഹ്മത്തെ എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്.
അപ്പോൾ അതെവിടെ പറയുന്നത്? ബ്രഹ്മസൂത്രത്തിൽ പറയുന്നു. ബ്രഹ്മസൂത്രത്തിൽ എന്ത് പറയുന്നു? ഇരുട്ടുണ്ടെന്ന് പറഞ്ഞാൽ വെളിച്ചമില്ല. ഏതാ? രണ്ടില്ലല്ലോ, ഒരു ഭാവമല്ലേ ഉള്ളൂ. ഞാനുണ്ടെങ്കിൽ നീ ഇല്ല, നീ ഉണ്ടെങ്കിൽ ഞാനില്ല. കാര്യം ബ്രഹ്മം ഒന്നാണ്. അപ്പം ഈ ഭഗവത്ഗീതയിലും ഇതിലും ഇങ്ങനെ ഓപ്ഷൻ പറയുന്നുണ്ട്. അപ്പം ഇനി എന്താണ് ആക്ച്വലി നമ്മൾ ഈ വായിക്കുന്നത്? പരാവിദ്യയാണോ അപരവിദ്യയാണോ ഇനി ഉപനിഷത്താണോ അൾട്ടിമേറ്റ്? ഒന്നും പിടിയില്ല, ആരും ഒന്നും പറയുന്നില്ല. ഞാനിതെടുത്ത് നോക്കിയപ്പം ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, മാണ്ഡവ്യ ഉപനിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് അപരവിദ്യയാണ്, അൺറിയൽ ആണെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, സർവവും വ്യാപിച്ചിരിക്കുന്നത് ഞാനാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനർജിയിൽ പറഞ്ഞ സാധനം അത് തന്നെയാണ്. 2 മാറ്ററിലുള്ള ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ആ ഔട്ടർ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഇത് അടുത്ത ഷേപ്പ് ഫോം ചെയ്യുന്നത് വരെയും ഇതെവിടെ ഇരിക്കുന്നു? ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് സയൻസിലൊക്കെ ടെക്നിക്കൽ തെറ്റ് കാണാതിരിക്കുക, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ഈ ഒരു സ്വാതന്ത്ര്യം അവർ നമുക്ക് തരുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, അതോറിറ്റി പാടില്ല, ഒരാളെയും അന്ധമായി വിശ്വസിക്കാതിരിക്കാനാണ്. കാര്യം നമ്മുടെ അന്വേഷണം അവിടെ നിലയ്ക്കും. പക്ഷെ ഉള്ളിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഒരു ഉള്ളി തൊലിച്ച് അവസാനം എന്നുമ്പോൾ ഒന്നുമില്ല എന്ന് വരുന്നത്, ആ സ്റ്റേജിലേക്ക് വരാനാണ്. അപ്പം കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ പ്രാർത്ഥിക്കാമോ എന്ന് ചിലരോട് ചോദിച്ചാൽ പറയും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയും. ചിലർ പറയും പ്രാർത്ഥിക്കാമെന്ന് പറയും. ചിലർ പറയും പൈസ കൊടുത്ത് വേറൊരാളെ സഹായിക്കാമോ? പാടില്ലെന്ന് ചിലർ പറയും, പാടുണ്ടെന്ന് പറയും. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, നമ്മുടെ സെൻസിന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ശാസ്ത്രം അപരാവിദ്യയിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. ചോദ്യം ഇപ്പോൾ ക്യോറ എന്നൊക്കെ പറഞ്ഞ സൈറ്റുണ്ട്, അതിനകത്തൊക്കെ ഞാനുണ്ട്, പലരും ഉണ്ട്. അതിൽ നമ്മൾ ചോദിച്ചാൽ ഉത്തരം 1 മിനിറ്റിനകത്ത് വരും. പക്ഷെ അത് ഇതുപോലെ ഇരിക്കും. അത് സാക്ഷാൽ ബുദ്ധനോട് ദൈവം ഉണ്ടെന്ന് ചോദിച്ചപ്പം ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞില്ല. ബുദ്ധൻ്റെ ശിഷ്യൻ ചോദിച്ചു, അതെന്താ പറയാത്തത്? ബുദ്ധൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കും, ഇല്ല എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കും. രണ്ടും പാടില്ല. അല്ല, ബുദ്ധൻ ഉത്തരം അറിഞ്ഞാത്തതുകൊണ്ടല്ല. ഉടനെ ആൾക്കാർ പറഞ്ഞു ബുദ്ധൻ ഒന്നും പറയാത്തതുകൊണ്ട് ദൈവമില്ലെന്ന്, ശൂന്യതയാണെന്ന്. ചുമ്മാതെ ഓരോന്നും അടിച്ചു വിടുന്നതാണ്, എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ബുദ്ധിസത്തിൽ തന്നെ പല സ്കൂൾ ഓഫ് തോട്ടുണ്ട്. ഇവർ തങ്ങളിൽ ഇപ്പോഴും അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ തങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പം ഈ എന്താണ് പറയുന്നത്, ഇത് നമ്മൾ തന്നെയാണ് ഇത് റിസർച്ച് നടത്തി നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പം നമ്മൾ ഫ്രീഡം ഇതിനകത്ത് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഒരു ഉദാഹരണം, ഈ നിർവ്വാണയെക്കുറിച്ചും ബോധത്തെക്കുറിച്ചൊക്കെ പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് ബോധോദയം കിട്ടിയാലും, ഞാൻ ചോദിച്ചത്, നമ്മൾ അങ്ങനെയാണെങ്കിൽ കാണുന്ന വസ്തുവും നമ്മളും തമ്മിലുള്ള ഈ ഒരു ലീനിയർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് മാറത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും മാറത്തില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അല്ല, നിർവ്വാണം കിട്ടിയിട്ടുള്ളവരുടെ പുസ്തകങ്ങളിലൂടെയും അവരുടെ സിനിമകളിലൂടെയൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയല്ല. രണ്ടായി കാണുന്നത് നമ്മളോട് ലയിച്ച് നിൽക്കും. തിയോസഫിക്കൽ സൊസൈറ്റിക്ക് നിർവ്വാണ എന്നുള്ളൊരു ബുക്കുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ സിനിമ എടുത്താലും ഇതിലുമൊക്കെ അത് കാണിക്കുന്നുണ്ട്. തൽക്കാലം നമ്മളത് അങ്ങനെയാണെന്നും അല്ലെന്നും പറയണ്ട. നമ്മൾ ഒരു തേർഡ് ഡയമെൻഷൻ കടന്നു ചെന്നിട്ടുള്ളവരത് പറയുന്നുണ്ട്. അത് നമുക്ക് അനുഭവം. തൽക്കാലം നമ്മളാണെന്നും അല്ലെന്നും പറയണ്ട. ഇതാണെന്ന് പറയണമെങ്കിൽ ഇത് റിയലൈസ് ചെയ്തവർ വേണം പറയാനായിട്ട്. അപ്പോൾ ആരൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ പിന്നെ അടുത്ത തർക്ക വിഷയമായിട്ട് മാറും. എന്തായാലും ബുദ്ധിസത്തിനെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും വായിച്ചാൽ ഇത് കിട്ടും. അപ്പം ഞാൻ പറയാൻ വരുന്നത്, ഇതിലൊന്നും ഒരു അതോറിറ്റിയുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ അതോറിറ്റി പറയുന്നത് കേട്ട് ആ വഴിക്ക് എത്തണം. പക്ഷേ നമ്മുടെ പഠനത്തിൽ അവരവർ തന്നെയാണ് അത്. ചിലർ ധ്യാനത്തിലൂടെയാണ്, ചിലർ യോഗവിദ്യയിലൂടെയാണ്,
അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ എന്തായാലും പറയുന്ന ധ്യാനം തന്നെ 112 ഇതുണ്ടെന്നും വിജ്ഞാന ഭൈരവയുണ്ടെന്നും പിന്നെ പതഞ്ജലി യോഗ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ഗുരു വേണം. ഗുരുഗീത എന്ന് പറഞ്ഞൊരു ഗീതയുണ്ട്. പല ടൈപ്പ് ഗീതയുണ്ട്. അതിലെന്താണ് ഗുരു എപ്പോഴാണ് ശിഷ്യൻ, ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും നമുക്ക് വിശദമായ രൂപരേഖകളുണ്ട്. പക്ഷേ ഇതെല്ലാം ആ ഉപനിഷത്തിൽ പറയുന്നത് പോലെ, മാണ്ഡവ്യ ഉപനിഷത്തിൽ പറയുന്നത് പോലെ ഇത് അപരവിദ്യയാണ്. അപ്പം നമ്മൾ കിടന്ന് തലകുത്തനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അപരവിദ്യയാണോ? ഇതിലൂടെ ബ്രഹ്മത്തെ എത്താൻ പറ്റുമോ? പറ്റത്തില്ലെന്ന് ഉപനിഷത്തിൽ തന്നെ പറയുന്നു. എന്നാൽ പിന്നെ ഈ പഠിപ്പിക്കുന്ന ആശാന്മാർ നമുക്കൊരു ഹിൻഡ് തരണ്ടേ? ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ? അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചാൽ വല്ലതും പറയത്തുമില്ല. വേണ്ട, നമ്മൾക്ക് തന്നെ കണ്ടെത്തേണ്ടി വരും. അല്ല, നമ്മൾ ആ അന്വേഷണത്തിലാണ്. ഇനി എന്നെ കേൾക്കുന്നവർക്ക്, ഞാനിതെവിടെയും ഷെയർ ചെയ്യുന്നില്ല, കേൾക്കുന്നവർക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റിലിടുക. ആ നിവൃത്തി മാത്രമേ ഇനി ഇത് ഉള്ളൂ. ഒരു ടോക്കൊക്കെ 10, 20, 30 പേര്, അങ്ങേറ്റം പേര് 50, 100 പേരൊക്കെയാണ് ഒരു ടോക്ക് കേൾക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഏതെങ്കിലും ഒരു മതത്തിൽ നമ്മളെ നിർബന്ധിക്കുകയാണെങ്കിൽ അത് നമ്മളെ കെട്ടിയിടുന്നതിന് സമമാണ്. അപ്പം ഭഗവത്ഗീതയിൽ നിർബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭക്ഷണത്തെക്കുറിച്ചും ധ്യാനത്തെക്കുറിച്ചും, അതൊക്കെ. പക്ഷേ ലക്ഷ്യമാർഗത്തെക്കുറിച്ച് ഇന്നതായിരിക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത്, നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരം വിഭിന്നമായിരിക്കും. വിഭിന്നമാവുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ എനർജി ഫ്രീക്വൻസി അനുസരിച്ചാണ്. ടോപ്പ് മോസ്റ്റ് ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ പിന്നൊന്നും പറയേണ്ടി വരത്തില്ല. സത്യമല്ലേ? മീൻ വെള്ളത്തിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ ആ പൂർണ്ണതയിൽ നിന്ന് ആരോട് സംസാരിക്കാനാ? നമ്മൾ ഏകമല്ലേ? അതാണ് ഇവർ പറയുന്നത്, സംസാരിക്കുന്നവന് അറിവില്ല, അറിവിൽ നിൽക്കുന്നവൻ സംസാരിക്കത്തില്ല. സത്യമല്ലേ? ഇത് പല രീതിയും പലരും പറഞ്ഞു നോക്കിയിട്ട് നമുക്കിതുവരെ മനസ്സിലായില്ല. പക്ഷെ ഇത് നമ്മളിങ്ങനെ സ്വയം പറഞ്ഞ് വരുമ്പോഴാണ്, അതുകൊണ്ടാണ് ഇവർ പറയാൻ ശ്രമിക്കാത്തത്. കാര്യം എത്ര പറയാൻ ശ്രമിച്ചാലും ഇത് പരാജയപ്പെടും. പറയും തോറും ആമ തലവെളിയിലിടുന്ന കണക്ക് നമ്മൾ സത്യത്തിൽ നിന്നും അകന്നകന്നു പോകും. അതുകൊണ്ടാണത് അവർ പറയുന്നത്. അപ്പം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, അതോറിറ്റിയെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്താൽ ഫ്യൂച്ചർ ഇതുപോലുള്ള ഡിസ്കഷൻസ് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് വരും. ഓക്കെ, താങ്ക് യു.